നമ്മൾ കണ്ണൂർ പുഷ്പോത്സവം വരുന്നത് ജനുവരി 22 മുതൽ ഫെബ്രുവരി 3 വരെ കണ്ണൂർ പോലീസ് മൈതാനത്തിലാണ്. ഭാരമാർക്കിലെ എല്ലാവരുമേ വിട്ടേ. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂര് നമ്മൾ പോലീസ് മൈതാനത്തുള്ള പുഷ്പോത്സവത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ ജനുവരി 22 മുതൽ ഫെബ്രുവരി 3 വരെയാണ് നമ്മൾ പുഷ്പോത്സവം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ സെറ്റിങ്സ് ഒന്നും ആയിരുന്നില്ല. ഇന്ന് 22 തന്നെ ആവുന്നത്. അപ്പോൾ നാളത്തേക്ക് സെറ്റ് ആക്കിയിരിക്കും. 22 ഇനി ഒരു സെറ്റാക്കണം, പക്ഷെ എന്തോ സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടാലോ. ഇങ്ങനെ നമ്മൾ ടിക്കറ്റും കൊടുത്ത് നമ്മളെ ഫ്ലവർ ഷോൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇതാ അതിൽ ഫസ്റ്റ് കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. മരമുണ്ടെങ്കിൽ മഴയുണ്ട്. ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടെ കാണാനുണ്ട്. ഫ്ലവർ കൊണ്ട് അടിപൊളി ഒരു മയിലിന് ഇവരിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫസ്റ്റ് എൻട്രൻസിൽ തന്നെയാണ് ഇതുള്ളത്. പിന്നെ ഇത് തുടക്കത്തിൽ തന്നെ ഒരു അടിപൊളി കുട്ടി ഹെയർ ആയിട്ട് ഫ്ലവർ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാൻ അടിപൊളിയുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. നല്ല നീല കണ്ണൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഹെയറിലാണ് ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഹെയർ ആക്കിയിട്ടാണ് ഈ ഫ്ലവേഴ്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. തുടക്കത്തിൽ തന്നെ ഇത് എത്രയോ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് അങ്ങോട്ട് പോയി നമുക്ക് സ്റ്റാളുകളിൽ ഇഷ്ടം പോലെ വാങ്ങാൻ. അടിപൊളിയായിട്ടാണ് ഇവിടെ ഫ്ലവർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗം നോക്കുവാണെങ്കിൽ ഇതാ എല്ലാവർക്കും കണ്ണിന് കുളിർ പോകുന്ന വെറൈറ്റി അടിപൊളി ഫ്ലവേഴ്സ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ ഇങ്ങോട്ട് ഈ സൈഡിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ അതിലും നല്ല ഫ്ലവേഴ്സ് നല്ല ഭംഗിയിൽ ഇവരിവിടെ സെറ്റ് ചെയ്ത് ഹാങ്കിങ്ങിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെടികൾ തന്നെയാണ്. കുറച്ച് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച നോക്കിയേ. ഓരോരോ ഭാഗത്തൊക്കെ ഫ്ലവേഴ്സിന്റെ പേരൊക്കെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഫ്ലവേഴ്സിന്റെ പേരൊന്നും കാണുന്നില്ല. രണ്ട് സൈഡുകളിലായിട്ടാണ് ഇവർ ഇതിന്റെ ഡിസൈൻ ആക്കിയിട്ട് ഈ ചെടികളും പൂക്കളും അലങ്കരിച്ചിട്ടുള്ളത്. ഇങ്ങനെ പോകുമ്പോൾ നമ്മൾക്ക് ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് കേട്ടോ. പ്രത്യേകം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പൂക്കൾ പറിക്കരുത്. അതെ, പൂക്കൾ പറിക്കാൻ പാടില്ലല്ലോ. അത് നമ്മളിങ്ങനെ ചെടീന്റെ മേലെ കാണുമ്പോൾ അത് വേറെ തന്നെ ഒരു ഭംഗിയായിരിക്കും അല്ലേ. വേറെ ഇത് കണ്ട ഓല കൊണ്ട് ചെയ്ത് വെച്ചത് ഇതൊരു അടിപൊളിയായിട്ടുണ്ട്. നല്ല വല്ലം അടഞ്ഞത്. പണ്ട് ഒരു അമ്മമ്മ പറയാ വല്ലം അടഞ്ഞു വെച്ചിട്ടുണ്ട്. പണ്ട് നമ്മൾ ഇതിലാണ് ചപ്പ് വാരി കൊണ്ടുപോവാ. അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ ഇവിടെ കാണാനുള്ളത്. എന്തായാലും നമ്മൾ 70 രൂപ കൊടുത്ത് ഇവിടെ കയറിയാൽ അത് നമുക്ക് എന്തായാലും ഒരു നഷ്ടാവൂല കേട്ടോ. പ്രാവശ്യം ഇവിടെ അടിപൊളി ഒരു ഫോട്ടോ സെക്ഷൻ ഒക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. സമയം നമ്മൾ കണ്ടിറങ്ങി. ഇനി നമ്മൾക്ക് ചെടികളൊക്കെ വാങ്ങിച്ചു പോവാം. അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റാളുകളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ റോസിന് എത്രയാ വില എന്ന് ചോദിച്ചു നോക്കാം. ഈ റോസിന് എത്രയാണ്? 40 രൂപ അല്ലേ. അപ്പൊ ഇതിന് 40 രൂപ. അപ്പൊ ഈ ചട്ടിയിലുള്ളത് ഈ ചൂട് സമയത്ത് എല്ലാവർക്കും വേണ്ടുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ബോഗൺവില്ല. ബോഗൺവില്ല കൂടുതലായിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. ഇതിന് എത്ര റേറ്റ് വരുന്നേ? ഇത് 200. അപ്പൊ ഇതിനെന്ന് വെച്ചാൽ 80 രൂപ, ഇതിന് 150. പിന്നെ ഫ്രണ്ടിലത്തെ ലാവൻഡർ കളർ 200 രൂപ. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇവിടെയൊക്കെ നിറയെ ആൾക്കാർ ചെടിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ കണ്ട മേടിച്ചു. അത്തരത്തിലുള്ള നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സിന്റെ പേരക്ക, ചക്ക, അങ്ങനെ ഓരോരോ ടൈപ്പ് നമ്മൾ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും വേണ്ട തൈകളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ എല്ലാം ഇവിടെ വന്നാൽ നമുക്ക് എല്ലാം കിട്ടും കേട്ടോ. ഈ തക്കാളിയൊക്കെ ഹൈബ്രിഡ് ആണെന്ന് തോന്നുന്നു. ഈ തക്കാളിന്റെ ചെടിക്ക് എത്ര? 30 രൂപയാണ് ഈ തക്കാളിയുടെ ചെടിക്ക് വരുന്നത്. നല്ല പേരയാന്ന് തോന്നുന്നു. ഇത് ഇപ്പോഴും തന്നെ നല്ല മുട്ടിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ വരുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള നിങ്ങൾക്ക് ഇതിന്റെ ഫലങ്ങളും വൃക്ഷങ്ങളും. ഇത് എവിടെയാ നഴ്സറി? എവിടെയാ? മണ്ണൂത്തിരി നഴ്സറി എന്നാണ് ഇതൊക്കെ ഇവിടെ ഉള്ളത്. നല്ല റംബൂട്ടാന്റെ ചോപ്പ്, എല്ലാവിധ ചെടികളും ഇവിടെ ഉണ്ട്. ഇതിൽ തന്നെ മാവുകളൊക്കെ ഇവിടെ പൂത്ത് കിടക്കുന്നുണ്ട്. ഇത് നല്ല അടിപൊളി പലതരം വെറൈറ്റി ചക്കകള്, ചെടികളും തൈകളും ഒക്കെ ഇവിടെ ഉണ്ട്. ചെറിയ പാക്കറ്റുകൾ സ്വീറ്റ് അമ്പഴങ്ങ ഇതിവിടെ കാഴ്ച കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ചമ്മന്തി പൊടിക്കാനും നമ്മൾക്ക് വെറുതെ ഇങ്ങനെ കടിച്ച് തിന്നാനൊക്കെ അടിപൊളിയാണ്. നല്ല സപ്പോട്ട തൈ ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ. അപ്പോൾ
എത്രയും പെട്ടെന്ന് വിട്ടോളൂ നമ്മളെ കണ്ണൂർ ഫ്ലവർ ഷോയിലേക്ക്. നമ്മൾ അടുത്തത് വേറൊരു സെക്ഷനിലേക്കാണ് പോകുന്നത്. ഈ ചെടികളത് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, പക്ഷെ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല നല്ല അടിപൊളിയാണ്, സൂപ്പറാണ്. വേറെ നോക്കിയേ, നല്ല റോസാപ്പൂ പോലത്തെ മരത്തിന്റെ വില. അതെന്താ ഊട്ടി റോസ് അങ്ങനെ മറ്റാണ് അതിന്റെ പേര് കേട്ടോ. നമ്മൾക്കൊന്ന് അവരോട് ചോദിച്ചു നോക്കെ. ഏട്ടാ, ആ ചെടീന്റെ പേരെന്താന്ന്? തമേലിയ. ആ ചെടിയുടെ പേര് തമേലിയ. അതിന് ഊട്ടി റോസ് എന്ന് പറയുന്നല്ലേ? ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് പോലെ തോന്നും കേട്ടോ, പക്ഷെ പ്ലാസ്റ്റിക് അല്ല, ഇത് ഒറിജിനൽ ആണ്. ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടിയിട്ട് തിരയുന്നവരാണെങ്കിൽ നേരെ വിട്ടു നമ്മളെ കണ്ണൂർ പോലീസ് മൈതാനിയിലുള്ള ഫ്ലവർ ഷോയിലോട്ട്. അടിപൊളിയാണ്. നിങ്ങൾക്കൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കി, നമ്മൾ ബോഗൺവില്ല നല്ല അടിപൊളി കളറിൽ ഇവിടെ ഇതാ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ചെടികളെക്കാളും കൂടുതൽ ഇതിലൊക്കെ പൂക്കളാണ്. നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് ഇവിടെ ഉള്ളത്. എല്ലാം അടിപൊളിയാണ്. ഇതിന്റെ ഒക്കെ ചെറിയ ചെടി, ഇതിന്റെ ഒക്കെ ചെറുതാ? അതൊന്ന് പറഞ്ഞുതരോ, എത്ര റേറ്റ് എന്നൊക്കെ? ഈ ചെടീന്റെ ചെറിയ തെയ്യാണ് ഇവര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ വലുത് മേടിക്കുന്നതിന് എത്ര പൈസയോ? അത് സെയിലാണ്? ബുക്ക് ചെയ്താൽ ഒരു ദിവസം കൊണ്ട് ഈ വലിയ ചെടി ഇന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ കിട്ടുന്നതാണ് ഇവര് പറയുന്നത്. നല്ല അടിപൊളി. ഇതായിട്ട് ഞാൻ പോകുന്നത് അനന്തക്കാട്ട് നഴ്സറിന്റെ അവരെ സ്റ്റാളിലേക്കാണ്. ഇവിടെ ഇതാ നിറയെ നമ്മൾക്ക് എന്താ പറയണ്ടേ, ഫ്രൂട്ട്സിന്റെ ഇതുണ്ട്. ഇതാ ജബോട്ടിക്ക. ഇത് ഞാൻ ഒരിക്കൽ കഴിച്ചു നോക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആണ് ഇത്. ഇത് നമ്മൾ ചെറിയ ചെടി കൊണ്ടുവെക്കുകയാണെങ്കിൽ 2 വർഷം കൊണ്ട് അതിൽ നിറയെ ജബോട്ടിക്ക ഉണ്ടാവും. പിന്നെ അതിന് വേറൊരു പേരുണ്ട്, മരമുന്തിരിന്നു. തെങ്ങുകള്, കവുങ്ങുകള്, നാരങ്ങ, പ്ലാവ്, അബിയു, പേരക്ക, റംബൂട്ടാൻ, അങ്ങനെ എല്ലാ വെറൈറ്റി ഐറ്റംസും ഇവിടെയുണ്ട്. പിന്നെ ഇതാ വിയറ്റ്നാം സൂപ്പർ ഏർലി പ്ലാവ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ? അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ എന്താ നിരന്ന് നിന്ന് കാണുന്നത്. നമ്മൾ ചാമ്പക്കൻ്റെ വെറൈറ്റികളാണ് ഇതൊക്കെ. ഒരുപാട് ആൾക്കാർ നോക്കുന്നു വാങ്ങുന്നൊക്കെ ഉണ്ട്. ഇത് ഒരുപാട് ആൾക്കാർ ഇതാ മേടിച്ച് വെച്ചിട്ടുണ്ട്. നിറയെ ചെടികളൊക്കെ ഞാനെത്തി. ഇവിടെ നിറയെ ബോഗൺവില്ലയും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ജറബറ, വേറെ എന്തൊക്കെയോ ജമന്തി, പിന്നെ നമ്മൾ ഈ ജനുവരി എന്ന് പറയുന്ന ചെടികൾ, പിന്നെ ഡാലിയ പോലത്തെ ഡാലിയൻ്റെ ചെറിയ ചെറിയ ചെടികൾ, പിന്നെ ഇതാ വേറെ ഒരു തരം. ഇതിൻ്റെ ഒന്നും പേരുകളൊന്നും എനിക്കറിയില്ല. അപ്പം എനിക്ക് അറിയാത്ത പറയാത്ത ചെടികളെ പേര് നിങ്ങൾ കാണുമ്പോഴേ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യണേ, എന്താണ് അതിൻ്റെ പേര് എന്നൊക്കെ. ഇതാ കണ്ട അടിപൊളി ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ നമ്മളെ മഞ്ഞ റോസെല്ലാം നോക്കിയേ, സെറ്റ് തന്നെയല്ലേ, അടിപൊളി. ഈ റോസിനൊക്കെ എത്രയാ റേറ്റ്? 250. ഈ വലിയ ചട്ടിയിലുള്ള റോസിനൊക്കെ 250 രൂപയാണ്. പിന്നെ ഇത് നമ്മളെ ആന്തൂര്യത്തിൻ്റെ തന്നെ ഒരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഭാഗത്തേക്ക് തിരിയുമ്പോഴിതാ ഇവിടെ നിറയെ പൂക്കളും ചെടികളും നിറയെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വേണിക്കാട്ടാം. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ ഫ്ലവർ ഷോ കഴിഞ്ഞതിനേക്കാളും സൂപ്പറായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടുന്ന് കുറച്ച് ഇപ്പുറത്തോട്ട് വരുമ്പോൾ നിറയെ ഓർക്കിഡ് ഫ്ലവേഴ്സാണ്. അപ്പോൾ ഓർക്കിഡ് ഫ്ലവേഴ്സിനെ സ്നേഹിക്കുന്നവർക്ക് ഈ സ്റ്റാളിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓർക്കിഡ് ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ട് പോവേ. പിന്നെ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ദയവ് ചെയ്ത് പൂക്കൾ തൊടരുത്. ഇതാ എന്നെ അടുത്തത് റോസൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നു. ഇതാ ഈ റോസിന് 80 രൂപ, പിന്നെ ഇതിന് 100 രൂപ. അങ്ങനെ ഇതാ ഓരോന്നിൻ്റെ റേറ്റ് നമ്മൾ ഇവരോട് ചോദിച്ച് കഷ്ടപ്പെടണ്ട. ഇവർ ആ ഓരോരോ ഭാഗത്തും അതിൻ്റെ റേറ്റും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വീണ്ടും നമ്മൾ എത്താൻ പോകുന്നത് ഓർക്കിഡിലേക്കാണ്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇതാ ഓർക്കിഡ് ഫ്ലവേഴ്സൊക്കെ പൂത്തുലഞ്ഞ് ആടിക്കുഴഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇത് ആ ഓർക്കിഡിൻ്റെ ചെറിയ ചെറിയ ചെടികളും ഇവിടെ സെയിലുണ്ട്. ഓർക്കിഡിൻ്റെ സെക്ഷൻ ഇതൊക്കെ നല്ല സെറ്റിൽ. ഇത് ഈ വലിയ ഫ്ലവേഴ്സ് ഇതും കൊടുക്കുന്നതായിരിക്കും, ചെറിയ തൈകളുണ്ടല്ലേ? ചെറുതുമുണ്ട്. അപ്പോൾ ഈ വലിയ തൈകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതുമുണ്ട്, അതിൻ്റെ തന്നെ ചെറുതുമുണ്ട്. എല്ലാം നല്ല അടിപൊളിയാണ്. നമ്മൾ മുറ്റം വേറെ. പിന്നെ ഇതാ നമ്മൾ മരവാഴ, ഇത് നമ്മൾ മരത്തുമ്മ കിട്ടും, പക്ഷെ അതും ഇവിടെ വാങ്ങാനുണ്ട്. മരത്തുമ്മ പോയി പറിക്കാൻ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട്. വെറൈറ്റീസ് നോക്കെ
ഇപ്രാവശ്യം പല പല വെറൈറ്റികളിൽ തന്നെ ഞാൻ കുറേ പ്രാവശ്യമായി പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഓരോരോ സ്ഥലത്ത് ചെടികൾ കാണുമ്പോഴും ഇപ്രാവശ്യം ഭയങ്കര വെറൈറ്റി ചെടികളൊക്കെ വേണം. ഞാൻ എത്തിയിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ഡാലിയകളുണ്ട്. പിന്നെ ഇതാ നമ്മളെ അടേനിയത്തിൻ്റെ ചെറിയ ചെറിയ ചെടികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാ ഈ വലിയ ഡാലിയ വേണമെങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയ ചെടികളും തൈകളും ഇവിടെയുണ്ട്. വലുത് വേണ്ടുന്നവർക്ക് വലുതുണ്ട്. പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് നടേണ്ടത് ആക്കേണ്ടത് എന്നൊക്കെ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ വളങ്ങളൊക്കെ വേണമെങ്കിൽ അതും ഇവിടുന്ന് കിട്ടും. പൂക്കളൊക്കെ നോക്കിയാ അടിപൊളി അടിപൊളി സൂപ്പർ. ഇത് പക്ഷേങ്കിൽ നമ്മൾ ഇവിടത്തേനേക്കാളും നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലല്ലേ? എവിടെയും നമ്മളെ അമേലിയ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കമേലിയ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വാങ്ങാൻ ചെറിയൊരു മടി ഉണ്ടാവും. നമ്മളെ ക്ലൈമറ്റിൽ ഇത് പൂ പിടിച്ച് കിട്ടും. പക്ഷെ ഇവർ പറയുന്നത് വെച്ചാൽ ഇത് ഹൈബ്രിഡ് ആണ്. അപ്പൊ നമ്മളെ ക്ലൈമറ്റിലും ഇത് നമ്മൾക്ക് ഇവിടെ പൂക്കൾ തരും. എൻ്റെ അമ്പോ, ഞാൻ ഈ പൂക്കളൊക്കെ കണ്ട് വണ്ടടിച്ചിരിക്കുകയാണ്. എനിക്ക് കംപ്ലീറ്റ് വാരി കൊണ്ടുപോയൊക്കെ വിചാരിക്കുന്നത്. വേറൊരു ചെടിയൊക്കെ ഒരു ചെടിയിൽ തന്നെ 2 കളറ് ഫ്ലവറെ, അത് വിരിയുന്ന സമയത്ത് ഈ വയലറ്റും പിന്നെ ഈ വൈറ്റ് കളറിലേക്ക് അത് മാറുന്നത്. അടുത്തതായി പോകുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള അടേനിയത്തിലേക്കാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ നിന്ന് മേടിച്ചിട്ട് ഇന്നും ആ ചെടികളൊക്കെ നമുക്ക് പൂക്കൾ തരുന്നുണ്ട്. അപ്പോൾ ഈ ചെടികളിലേക്ക് നമുക്ക് പോകാം. ഇപ്പം ഞാനുള്ളത് നമ്മുടെ അടേനിയത്തിലാണ്. അടേനിയത്തിൻ്റെ അടിപൊളി ഡിഫറെൻറ്റ് കളറിലുള്ള ചെടികളൊക്കെ ഇവിടെയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ, ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വന്നാലേ ഉണ്ടാവേ. ഇവരുടെ ഫ്ലവർ കാർഡ് എന്ന് പറയുന്നത് ഓൺലൈനും മേടിക്കാനുണ്ട്. ഇവരുടെ ഡീറ്റെയിൽസ് ഇതാണ്: മലേബിയൻ നഴ്സറി ഗാർഡൻ. ഇതാ ഫോൺ നമ്പർ ഇതാ. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെടി വാങ്ങിക്കണമെങ്കിൽ ഇവിടെ കോണ്ടാക്ട് ചെയ്താൽ മതിയേ. ഇതാ നല്ല ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെയുണ്ട്. ഞാനിത് വെറൈറ്റി എന്നൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞല്ലേ. അപ്പം ഞാൻ അത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ ഓരോരോ ഭാഗത്ത് പോകും തോറും ഓരോരോ വെറൈറ്റിയാണ് ഞാൻ ഇതിൽ കാണുന്നത്. അതാണ് ഞാൻ ഇടയ്ക്കിടെ അങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇപ്പൊ എത്ര തരം വെറൈറ്റി ചെടികളുണ്ട്? അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൊത്തത്തിൽ നമുക്കൊരു 100-ന് മേളിൽ വെറൈറ്റികളുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാം ഹെൽത്തി ആയിട്ട് നമുക്ക് ഒരു വർഷത്തിന് മേളിലും, അവിടെ ഇരിക്കുന്നതെല്ലാം ഓൾമോസ്റ്റ് 2 ഇയർ ആയതാണ്. ഇവിടെ ഇരിക്കുന്നതെല്ലാം 1 ഇയർ. അതായത് ഈ ഒരു പോട്ട് വരുന്നത് ഇതിന് 150. നന്നായിട്ടല്ലേ ഇരിക്കുന്നത്. നമ്മളെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന പ്ലാന്റ് നമ്മൾ ഇങ്ങോട്ട് എടുത്തോണ്ട് വരത്തുള്ളൂ. നമ്മൾ ഇന്ന് റീഫിൽ ചെയ്യുന്നുണ്ട്. ഇന്നും ഓരോ ലോഡ് പോയിട്ട് വരുന്നുണ്ട്. ഒരു ഫുൾ വണ്ടി വരുന്നുണ്ട്. പിന്നെ നമ്മൾ നല്ല പ്ലാന്റുകളാണ് എപ്പോഴും കൊണ്ടുവയ്ക്കുന്നത്. എല്ലാം അവസാനത്തേക്കൊന്നുമില്ല. എല്ലാം പുതിയ ഫ്രഷ് പ്ലാന്റ് എടുത്തോണ്ട് പോരുക ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. വാവ്, അടിപൊളി ആന്തൂര്യത്തിന്റെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. നോക്കി, ഫ്ലവേഴ്സ് ഒക്കെ അവരവിടെ പാക്കറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ചട്ടിയിലുള്ളതാണ്. അതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ഈ ചെടിയൊക്കെ നോക്കിയാൽ വെറൈറ്റി. പക്ഷെ ഇതൊക്കെ നമ്മൾ മേടിച്ച് കൊണ്ടുപോകുമ്പോൾ അതിനനുസരിച്ച് നോക്കണേ, എങ്കിലേ ഇവിടെ കാണുന്ന ആ ഒരു ഭംഗി ഇവിടെ നമ്മൾക്ക് വീട്ടിലും കിട്ടുവേ. എന്താ ഇവിടെ നിറയെ ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ഒക്കെ ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നഴ്സറി എവിടെയാ? മണ്ണത്തി. എവിടാ? നിങ്ങൾ ഓൺലൈനിലുണ്ടോ? തൃശ്ശൂർ മണ്ണത്തിലുള്ള ഇതാണ്. ഈ ഡാലൊക്കെ ഉണ്ട്, അടിപൊളി സൂപ്പറാണ്. ഔട്ട്ഡോറും ഇൻഡോറും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതാ കറിവേപ്പില, നല്ല അടിപൊളി കറിവേപ്പില. ഇത് കറിവേപ്പില ഇല്ലാണ്ട് കറി വെക്കാത്തവർക്ക് ഇത് വന്നിട്ട് എടുക്കുക ഇവിടുന്ന്. പിന്നെ നമ്മളെ ഫാഷൻ ഫ്രൂട്ട്, ചാമ്പ, ഓരോരോ സെക്ഷനിലും പോലെ എല്ലാ തരം ചെടികളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് എവിടെയാണ് റേറ്റ് കുറവ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് മതി. എങ്ങനെ നമ്മൾ ഇപ്രാവശ്യത്തെ ഫ്ലവർ ഷോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കിടിലനല്ലേ? സൂപ്പറല്ലേ? സൂപ്പർ ഡ്യൂപ്പറാണല്ലേ? വരുമ്പോൾ ഇതാ ഇനി ഫുഡ് സെക്ഷൻ എത്തുന്നുണ്ട്. പിന്നെ അതാ കഴിഞ്ഞില്ലേ, ലെഫ്റ്റ് സൈഡ് ചെടികളാണെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡ് നമ്മൾക്ക് ചെടികൾക്കുള്ള ചട്ടികളും പിന്നെ കറി വെക്കാനുള്ള ചട്ടികളും പിന്നെ അതുപോലെ നമ്മൾക്ക് മൺപാത്രങ്ങൾ, നിറയെ മൺപാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട്.
അടിപൊളി. ഇനി ഞാൻ എടുത്തത് പോകുന്നത് ബോഗൺവില്ലയുടെ ഒരു കൂടാരത്തിലേക്കാണ്. ഇവിടെ നിന്ന് ഞാൻ കാണുമ്പോഴേ ആ ബോഗൺവില്ലയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. എല്ലാം മേടിച്ചൊക്കെന്ന് വിചാരിക്കുന്നു, പക്ഷെ ഇതെല്ലാം പിന്നെ നോക്കി നടത്തണ്ടേ. അപ്പോൾ അന്നപ്പോൾ തിരക്കൊന്നും നടക്കൂല മടിയന്മാർക്ക്. നല്ല ചെടികളും പൂക്കളും നോക്കാൻ മടിയില്ലാത്തവർ വന്നിട്ട് എല്ലാവരും ഇവിടുന്ന് മേടിച്ചേ. ഡാലിയായത്. പിന്നെ ഇതെന്താന്ന്, മണിമുല്ല, കാമിനി മുല്ല. ഇത് കാമിനി, അത് അവര് മേടിച്ചതാണ്. അതിൻ്റെ ചെറിയ ചെറിയ ചെടികളും ബൊഗൺവില്ല പൂത്ത് കിടക്കുന്നത്. പൂക്കൾക്ക് ചെടികൾക്ക് ഒരു ഭ്രാന്ത് പിടിച്ച മാതിരിയാണ് പൂത്ത് കിടക്കുന്നത്. ചെറിയ ചെറിയ ഇപ്രാവശ്യം മാവിനൊരു ഭ്രാന്ത് ഇളകിയ പോലെ പൂക്കുന്നത്. അതേപോലെ ഇതാ ചെറിയ മാവ് വരികയാണെങ്കിൽ ഇപ്പുറത്തെ എല്ലാ ചെടികളും ഇതാ പൂത്ത് കായ്ച്ചു കിടക്കുകയാണ്. ഇതെന്തൊക്കെയൊക്കെ ഇതാ ചക്ക ഇതാ കായ്ച്ചു കിടക്കുന്നുണ്ട്, നാരങ്ങ കായ്ച്ചു കിടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മിറാക്കിൾ ഫ്രൂട്ടിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഇത് നമ്മൾ കഴിച്ചാൽ ഒരു 10-20 മിനിറ്റിനേക്ക് നമ്മളെ വായിൽ പുളിയുള്ള എന്ത് കഴിച്ചാലും നല്ല മധുരമായിരിക്കുവേ. ഇതാണ് നമ്മൾ മിറാക്കിൾ ഫ്രൂട്ടിന്റെ പ്രത്യേകത. പിന്നെ ഇത് ഞാൻ ഇതുവരെ കാണാത്ത വേറൊരു ചെടി, ഇത് സ്വീറ്റ് ലൂവി എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഇതൊക്കെ നമുക്ക് കാണാത്ത ഒരുപാട് ചെടികളും കായ്കളും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് നമ്മളെ മാംഗോസ്റ്റാണ്. ഇത് കൊല കൊലയായിട്ട്. ഇതെന്താ സാധനം? കിളിഞ്ഞാവൽ. ഇത് കിളിഞ്ഞാവലാണ്. ഇവിടുത്തെ പിന്നെ ചെടികളിലൊക്കെ എല്ലാം കായ്കളുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കായ്കൾ നോക്കിയിട്ട് ഇത് മേടിക്കാം. പിന്നെ ഇതാ നമ്മളെ അബിയൊക്കെ ഇവിടെ കായ്ച്ചു കിടക്കുന്നുണ്ട്. ഈ തൈക്കൊക്കെ എത്ര വരുന്നത്? ഈ തൈകൾക്കൊക്കെ 4000 കൊടുത്താലും മതിയല്ല. കാഴ്ച അബിയു നമുക്ക് കിട്ടുക. പുറത്ത് വരുമ്പോൾ കുറച്ച് നമ്മളെ ഹൈബ്രിഡ് നമ്മളെ അടേനയുണ്ട് ഇവിടെ. പിന്നെ ഒരുപാട് വാഴകളുണ്ട്, പലതരം വെറൈറ്റി വാഴകൾ. ഫ്രൂട്ട്സിന് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചെടി നട്ടിട്ട് എന്നാ വേണ്ട. വേറെ ചിലരുണ്ടാവും ചെടി നടുമ്പോൾ പറയും എന്തിനാ നിങ്ങൾ ചെടി നട്ടിട്ട് എന്നാ വേണ്ട. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതാ ഫ്രൂട്ട്സിൻ്റെ ഒരുപാട് ചെടികൾ ഇവിടെയുണ്ട്. എല്ലാം അടിപൊളി, നല്ല അടിപൊളി നാരങ്ങയൊക്കെ ഇവിടെയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോരും. അപ്പോൾ ഇത്രയൊക്കെ തീർന്ന് നമ്മൾ ഈ ഫ്ലവേഴ്സും ചെടികളും. ഇനി നമ്മൾ ഇതിൻ്റെ ഫുഡ് സെക്ഷനിലേക്കാണ് പോകാണ്ട് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, പിന്നെ ഈ ഫ്ലവേഴ്സും പൂക്കളൊക്കെ വാങ്ങി തളർന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കഴിക്കാൻ ഇവിടെ പോപ്കോണും സ്വീറ്റ് കോണും ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റാളുകളൊക്കെ ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. ചട്ടി വാങ്ങി ഇപ്പുറത്ത് നമ്മൾ ചെടി വാങ്ങിയാലിതാ ഇപ്പുറം വന്നാൽ ഏതൊക്കെ മോഡൽ ചട്ടികളാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ കിട്ടും. പിന്നെ ഇതാ ഒരു മാക്സി വേണമെങ്കിൽ നമ്മളിവിടെ വന്ന ചെടികൾ മാത്രമല്ല, നമ്മൾക്ക് മാക്സികളും ലെഗിൻസ് പാൻറ് പലാസോ പാൻറ് അങ്ങനെയൊക്കെ ഇവിടുന്ന് കിട്ടുക. പിന്നെ ഉറുമ്പ് ശല്യം പല്ലി ശല്യം അങ്ങനെയുള്ളവർക്ക് പറ്റിയ സ്റ്റാളാണിത്. അപ്പൊ പല്ലുള്ളവർക്കൊക്കെ നമുക്കിത് മേടിക്കാം. ഹോംമെയ്ഡ് കുറെ സോപ്പുകളുണ്ട് ഇവിടെ. പിന്നിതാ ഒരുപാട് നമ്മൾക്ക് ഔഷധ സംഭവങ്ങൾ ഇവിടെയുണ്ട്. മൈലാഞ്ചി, പിന്നെ നീലയമരി, മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മെയിനായിട്ട് വേറൊരു സാധനമുണ്ട്, സൂര്യപ്രഭാതത്തിൽ മൈഗ്രെയിൻ ഉള്ളവർ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു മാറ്റം വരുന്നുണ്ട്. ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പായിട്ട് പറയുന്നത്. പിന്നെ മൂത്രക്കല്ല്, മൂത്രക്കടച്ചിൽ, മൂത്രപ്പഴുപ്പ് എന്നിവയ്ക്ക് വേണ്ട സംഭവങ്ങളുണ്ട്. ആയുർദളം പച്ചമരുന്ന് ചികിത്സ വരുമ്പോൾ നല്ല മാങ്ങുണ്ട്, തേന് വേണ്ട, എന്താ നട്ട്സ്, മാക്സികള്, പിന്നെ ഇതൊക്കെ ഇവിടെ ഉണ്ട്. കർപ്പൂരാതി ചൂർണം ഇവിടെ വന്നാല് അപ്പൊ ഇവരെ മാക്സി സംഭവങ്ങളൊക്കെ പിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് മാക്സി വേണമെങ്കിൽ കഫ്താന് അതൊക്കെ വേണമെങ്കിൽ നല്ല കോട്ട വരുമ്പോൾ ജൈവ ഉൽപ്പന്നങ്ങളുണ്ട് അവിടെ. എന്തോന്ന് തേൻ നെല്ലിക്ക, പനങ്കൽക്കരി, കരിപ്പെട്ടി ഉണ്ട്. കരിപ്പെട്ടി ചെറുത്, വലിയതല്ല ചെറുത്. കൊടുത്തു. പിന്നെ ഇത് കരിപ്പെട്ടി, ഇത് നമ്മളെ ഈ ജലദോഷം തൊണ്ടക്കുള്ള ഒരു കിരികിരിപ്പുറത്തോട്ട് വരുമ്പോൾ നിറയെ ചട്ടികൾ വേണ്ടിയുണ്ട്. പിന്നെ ഇതാ കുറേ നമ്മളെ തരം മിഠായികൾ, അതൊക്കെ നൊസ്റ്റാൾജിയ മിഠായികൾ, അതൊക്കെ നമുക്ക് വേണ്ടിക്കാം. കത്തിയാള് ഇപ്പോൾ ഇതാ മെയിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ്. ഇതിന് എത്രയാണ്? 450. ചെറുതിന് 350. അതൊക്കെ സൈഡ് നമ്മൾക്ക് ചെടികളും, ഈ സൈഡ് നമുക്ക്
ചെടികളെല്ലാ ഐറ്റംസും ആണ് ഇവരുടെ ഒരുക്കിയിട്ടുള്ളത്. ഇതെന്താ സംഭവം? ജീവാമൃതം. ആ, ചെടികൾക്കും പച്ചക്കറികൾക്കും നമുക്ക് കീടാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ജീവാമൃതം ഇപ്പുറത്തെ സൈഡ് ഉണ്ട്. ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് കണ്ണൂർ ജില്ലാ കുടുംബശ്രീ മിഷന്റെ നട്സുകളുണ്ട്, സ്പൈസസ്, ഒരുപാട് സ്പൈസസ് ഇവിടെയുണ്ട്. ഫുഡികൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഏരിയയിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മളെ കോളിഫ്ലവർ, പിന്നെ ബജ്ജി, പാനിപ്പൂരി, ബേൽപൂരി, മസാലപ്പൂരി, അങ്ങനെയുള്ള ഐറ്റംസിന് ഒരു പാനിപ്പൂരി, ബേൽ മസാല. റൈഡുകളൊന്നും സെറ്റ് ആയിരുന്നില്ല കേട്ടോ. അന്ന് 22 ഉദ്ഘാടനം കഴിഞ്ഞതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളത്തേക്ക് ഈ റൈഡൊക്കെ സെറ്റ് ആവുക. പിന്നെ സ്റ്റേജിലൊക്കെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടെന്ന്. ഇതാണ് നമ്മൾ കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ ടിക്കറ്റ് റേറ്റ് 70 രൂപയാണ്. അപ്പോൾ ചെടികളും മരങ്ങളെയും ഫലങ്ങളെയും സ്നേഹിക്കുന്നവർ വേഗം വിട്ടോളൂ കണ്ണൂർ പുഷ്പോത്സവത്തിലേക്ക്.